ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രാവിലെ എണീറ്റ് ആദ്യം തന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി, എന്നിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി. സാധാരണ പതിവില്ലെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്ന് ടച്ചപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ പിന്നെ ആദ്യത്തെ പരിപാടി പത്രം പോയി എടുക്കുക എന്നുള്ളതാണ്. 2 ദിവസമായിട്ട് ഇവിടെ മഴയുണ്ട്. മഴ പെയ്താൽ പത്രം നനയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ വേഗം പത്രം എടുക്കും. മെയിൻ ഹെഡിങ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം നേരെ അടുക്കളയിൽ കയറും. ഇന്ന് ഇടിയപ്പവും കടലക്കറി ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. ഞാനിങ്ങനെ എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ ആദ്യം തന്നെ കടല വേവിക്കാൻ പോവുകയാണ്. കിച്ചണിലൊരു വലിയ കബോർഡാണിത്. 90% പാത്രങ്ങളും ഞാൻ ഇവിടെയാണ് അടുക്കി വെക്കുന്നത്. ഞാനിപ്പോൾ കസേരയിൽ കയറി നിന്നിട്ടാണ് കേട്ടോ കുക്കർ എടുക്കുന്നത്. കടലയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. എന്നിട്ടാണ് ഞാൻ കുക്കറിലോട്ട് ഇടുന്നത്. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളക്കടലയാണ്. പക്ഷേ ഏറ്റവും ഗുണമുള്ളത് നമ്മുടെ കറുപ്പ് തൊലിയുള്ള കടലയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ വെള്ളക്കടലയും കറുപ്പ് കടലയും ഗ്രീൻ പീസും എല്ലാം വാങ്ങിച്ച് സ്റ്റോക്കാക്കി വെക്കാറാണ് പതിവ്. എന്നിട്ട് മാറി മാറി എടുത്ത് കറി വെക്കും. രാവിലെ തന്നെ നമ്മൾ അടുക്കളപ്പണി എല്ലാം അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ടൈം ഫ്രീ കിട്ടും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ടൈം കിട്ടാറുണ്ട്, വായിക്കാനും എഴുതാനും പഠിക്കാനും ഒക്കെ. ഞാനിപ്പോൾ ഇതാ കടല വേവിക്കാനായിട്ട് കുക്കർ ഗ്യാസിൽ വെക്കുകയാണ്. എൻ്റെ ഒരു കണക്ക് വെച്ച് ഇനി 12 വിസിൽ വരെയാണ് ഞാൻ വേവിക്കുക. തൊട്ടപ്പുറത്ത് ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കാനുള്ള വെള്ളവും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഈ ബക്കറ്റിൽ ഞങ്ങൾ അരി പൊടിച്ച് വെച്ചേക്കുന്നതാണ്. പുട്ടിനും ഇടിയപ്പത്തിനൊക്കെ ഞങ്ങളിങ്ങനെ പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പാക്കറ്റ് പൊടികളൊന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതാ കടല വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും അതിനുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് സവാള അരിയാണ്. ഇനി വിസിലിൻ്റെ എണ്ണം നോക്കിയിരുന്നില്ലെങ്കിൽ എനിക്ക് എപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. അപ്പുറത്ത് ഇടിയപ്പത്തിനുള്ള വെള്ളം തിളച്ച് ഞാനത് മാവിലോട്ട് ഒഴിക്കുകയാണ്. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ചൂടുവെള്ളം ദേഹത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. അനുഭവം ഉണ്ടെന്ന് പറയുന്നതും കൂടെ ആയിരിക്കും നല്ലത്. ഇതിന്റെ ചൂട് പോയതിന് ശേഷം മാത്രം ഞാൻ കുഴയ്ക്കുള്ളൂ, ഇല്ലെങ്കിൽ കൈ പൊള്ളും. മാരേജിന് ശേഷമാണ് എല്ലാ കുക്കിങ്ങും ഞാൻ പഠിച്ചത്. മുമ്പ് അമ്മ ഒന്നും ചെയ്യിക്കില്ലായിരുന്നു. നമ്മളെ മിക്ക പെൺകുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഗൈസ്? ഇനിയിപ്പം ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. കാരണം മലപ്പുറത്തെ രീതിയിലല്ല ഇവിടെ തിരുവനന്തപുരത്തെല്ലാം ചെയ്യുന്നത്. ഇപ്പം എന്തായാലും ഞാൻ തിരുവനന്തപുരം സ്റ്റൈലൊക്കെ കുറേ പഠിച്ചു. ബാക്കിയുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കടലയൊക്കെ വെന്ത് ഞാൻ കുക്കർ നേരത്തെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്കുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ. ഇനി സവാള ഇവിടെ കിടന്ന് വേകുമ്പോഴേക്കും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോഴും മാവിൻ്റെ ചൂട് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പതിയെ കുഴയ്ക്കുന്നത്. ഇടയ്ക്ക് കയ്യിലൊരിത്തിരി വെള്ളമാക്കി കൊടുക്കുന്നുണ്ട്. എങ്കിലും കൈ ചൂടായി ഗൈസ്. ഫേഷ്യൽ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഇടിയപ്പം സേവനാഴി. സ്റ്റീലിൻ്റെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സേവനാഴിയായിരുന്നു. അതിൽ ഇടിയപ്പം പ്രസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഇത് പക്ഷേ എളുപ്പമാണ്. നമ്മളിങ്ങനെ കറക്കി കറക്കി എടുത്താൽ മതി. മാവ് കറക്റ്റ് പരുവം കൂടെ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ കറക്കിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് പരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ മാവ് കുഴച്ച് എന്തായാലും കറക്റ്റ് പരുവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് ഇടിയപ്പം കറക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. മലപ്പുറത്ത് ഞങ്ങൾ ഇടിയപ്പത്തിന് നൂൽപുട്ട് എന്നാണ് പറയുക കേട്ടോ. ചിലരൊക്കെ നൂലപ്പം എന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി വേറെ നാട്ടിൽ വേറെ വല്ല പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അങ്ങനെ എല്ലാം റെഡിയായി. ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കാം. എൻ്റെ കടലക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. ഇപ്പം ഞാൻ ബ്രഷ് എല്ലാം ചെയ്ത് വന്നു. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കടലക്കറി കണ്ടോ, അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിതിൽ തേങ്ങയൊന്നും അരയ്ക്കാറില്ല. കുറച്ച് കടല തന്നെയാണ് എടുത്ത് അരച്ച് ചേർക്കുന്നത്. തേങ്ങ അരയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. കടല വെന്ത് മസാല ചേർക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ചേർത്താൽ മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വീഡിയോയിൽ ഇന്ന് ഞാൻ മാത്രമേ വരുന്നുള്ളൂ. അച്ഛനെ അഗ്ലേടനെ ഒന്നും ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. അടുത്ത എൻ്റെ ജോലി മുറ്റം അടിച്ചു വാരുന്നതാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ മുറ്റം തൂക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ ചുറ്റിനും അധികം മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാടൊന്നും അടിച്ചു വാരാനും ഉണ്ടാവാറില്ല. അതുകൊണ്ട് എനിക്ക് ഡെയിലി അടിച്ചു വാരേണ്ട കാര്യവും ഇല്ല. അപ്പുറത്തെ വീട്ടിൽ ആര്യവേപ്പിൻ്റെ ഇലകൾ പാറി വരുന്നതാണിത്. ഇനി ഞാൻ ഉച്ചത്തേക്കുള്ള പരിപാടികൾ തീർക്കാനുള്ള പ്ലാനാണ്. ചീര ഇന്നലെ വാങ്ങിച്ചതാണ്. ഇതിന് 20 രൂപയേ ഉള്ളൂ. അത്യാവശ്യം തോനെ ചീര ഉണ്ടായിരുന്നു. ഈ ചീര അരിഞ്ഞെടുക്കുന്നത് എനിക്കിത്തിരി ടാസ്ക്കാണ്. കാരണം ഇത് ഓരോ ഇലകളായി മാറ്റി മാറ്റി എടുത്ത് വല്ല പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയെടുക്കണം. നേരാവണ്ണം നമ്മൾ നോക്കിയില്ലെങ്കിൽ ചില ഇലകളിലൊക്കെ ചുരുണ്ട് കൂടി പുഴു ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല. എല്ലാവരും നന്നായി നോക്കി മാത്രം ചീര അരിയണം. പിന്നെ അതിൻ്റെ തണ്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ടാണ് അരിയുന്നത്. എങ്കിൽ പിന്നെ ഞാനിതെല്ലാം അരിഞ്ഞിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞാൻ ചീര എല്ലാം അരിഞ്ഞു വെച്ചു. അടുത്തത് ഇന്ന് മരച്ചീനിയുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. ഞാൻ കേട്ടതിൽ വെച്ച് മരച്ചീനിക്കാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി പേരുകളുള്ളതെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് എന്തായാലും മരച്ചീനി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എല്ലാം അരിഞ്ഞെടുത്തു. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു.
ഇതിൽ ഞാൻ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ വേവിച്ച് ഉടച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ മരച്ചീനിയും ചീരത്തോരനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ മീൻ ഇതാണ്, കൊഴിയാള. ഈ പേര് ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ മിക്കപ്പോഴും പുറത്ത് വന്നിരുന്നാണ് മീൻ അരിയുന്നത്. നേരെ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ അടുക്കളയിൽ വെച്ച് തന്നെ അരിയാറുമുണ്ട്. ഇവിടെ എന്തായാലും ഞങ്ങൾക്ക് അത്യാവശ്യം ഫ്രഷ് മീൻ കിട്ടുന്ന ഏരിയ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മീൻ അരിഞ്ഞിട്ട് വരാം. ദാ ഈ ഇരിക്കുന്ന രണ്ടുപേരെ കണ്ടോ? ഇതെന്റെ പൂച്ചക്കുട്ടികളാണ്, പൈങ്കിളിയും അല്ലു. ഞാൻ അപ്പുറത്തിരുന്ന് മീൻ അരിയുന്നത് കണ്ട് അവർക്ക് ബിരിയാണി കിട്ടാൻ പോകുന്ന സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ മീനിനുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും വറുത്ത മല്ലിയും മുളകും എല്ലാം അരച്ച് കലക്കി അതിലോട്ട് പച്ചമുളക്, തക്കാളി, പുളി, ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തു. ഇന്നൊരു മാങ്ങ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും എനിക്ക് മീൻ പൊരിക്കാനും കൂടെ ഉണ്ട്. കൊഴിയാള മീൻ തന്നെയാണ് കേട്ടോ പൊരിക്കുന്നത്. പകുതി കറിയും വെച്ചു, പകുതി ഞാൻ പൊരിക്കാനും ഇട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് നന്നായി ഫ്രൈ ആയിട്ട് വരട്ടെ. ഇതൂടെ തീർന്ന അടുക്കളപ്പണി തീർന്നു. ഇനി ഞാൻ കുളിച്ചിട്ട് വരാം ഗൈസ്. ഇപ്പം ഏകദേശം സമയം രാവിലെ 10 മണിയാണ്. ഇപ്പം എൻ്റെ എല്ലാ ജോലികളും തീർന്ന് ഞാൻ ഇനി ഉച്ച വരെ ഇരുന്ന് പഠിക്കും. ഇപ്പം സമയം 1:30 ആയി ഗൈസ്. ഇനി ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. ഇന്നത്തെ കറികളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ദാ മീൻകറി ഉണ്ട്, മരച്ചീനിയുണ്ട്, ചീരത്തോരനുണ്ട്, മീൻ പൊരിച്ചതും ഉണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാറും കൂടെ ഉണ്ടേ. അത്യാവശ്യം ടൈം എടുത്ത് പതുക്കെ ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. ഇനി കുറച്ച് നേരം പത്രമൊക്കെ അരിച്ച് പെറുക്കി വായിക്കും. ഞാനിപ്പോൾ ഈ സൂക്ഷിച്ചിരുന്ന് വായിക്കുന്ന വാർത്ത എന്താണെന്നറിയോ? ദാ ഇത് തന്നെ. തിരുവനന്തപുരം സൂവിൽ നിന്ന് മക്കാവ് പക്ഷി പറന്നുപോയി. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ, അല്ലേ ഗൈസ്? പിന്നെ കുറച്ച് നേരത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയായപ്പോൾ ചെടിക്കൊക്കെ നനയ്ക്കാണ്. പിന്നെ ഇപ്പം എന്താ, അതും കഴിഞ്ഞൊരു കട്ടൻ ചായയും മിച്ചറും പക്കാവടയൊക്കെ ആയിട്ട് 4 മണി ചായയും കൂടെ കുടിച്ച്. ചായ കുടിക്കുമ്പോൾ ഇടയ്ക്കുള്ള ഒരു പതിവാണിത്. ചായ എടുത്തോണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി മുറ്റത്തൂടെ നടന്ന് ചായ കുടിക്കും. ഇത് അടുക്കള ഭാഗത്തുള്ള മുറ്റമാണ്. നിങ്ങൾക്കും ഇതുപോലത്തെ ശീലങ്ങളൊക്കെ ഉണ്ടോ? എങ്കിൽ പിന്നെ ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ഇനി അടുത്ത ജോലി കഴുകിയിട്ട തുണികളെല്ലാം എടുത്തുകൊണ്ട് വരണം. ഇന്നിപ്പോൾ ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ ഫ്രീ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ 5:30 മുതൽ 7:30 വരെ ട്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വക പരിപാടികളൊക്കെ ഞാൻ നേരത്തെ തീർത്ത് വെക്കും. ഇവിടെ അപ്പുറം ഇപ്പുറമൊക്കെ നിറയെ വീടുകളുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്ന വീട് അതിൻ്റെ നടുക്ക് റോഡാണ്. റോഡിനപ്പുറത്താണ് ആ വീടുകൾ ഇരിക്കുന്നത്. ഈ സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരെ കണ്ടാൽ ഞാൻ വർത്താനം പറഞ്ഞ് നിൽക്കാറുണ്ട് കുറേ സമയം. ഇനി കുറച്ച് ഫ്രീ ടൈമാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. എൻ്റെ കൂടെ പൈങ്കിളിയും നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ട്യൂഷൻ ക്ലാസ്സിനായിട്ട് ഞങ്ങൾ വെച്ചിട്ടുള്ള ഫ്ലക്സ് ആണ് നിങ്ങളീ കാണുന്നത്. അഗ്ലേട്ടനും അച്ഛനും പുറത്ത് പോയേക്കാണ്. ഇപ്പം ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോൾ ഞാനിതാ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് ടൈം ഇങ്ങനെ നടക്കും. ഇനി ചെറിയൊരു ജോലിയും കൂടെ ഉണ്ട്. രാത്രി അഗ്ലേട്ടനും അച്ഛനും ഗോതമ്പ് പുട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ. ഈ ഗോതമ്പ് പൊടി പുട്ടിന് വേണ്ടി കുഴച്ചെടുക്കുന്നത് ഇത്തിരി പാടാണ്. ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയി. അതൊക്കെ ചെയ്തു വെച്ച് ഇനി ഒരു 8 മണി മുതൽ പഠിക്കാനുള്ള ടൈമാണ്. ഒരു 9:30, 9:45 വരെ ഇരുന്ന് പഠിക്കും. അപ്പം ഞാൻ എന്താണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. ഞാൻ മിക്കപ്പോഴും ചോറ് തന്നെയാണ് രാത്രിയും കഴിക്കുന്നത്. ഉച്ചത്തെ കറികളൊക്കെ തന്നെയാണ് ഗൈസ്. കഴിച്ചു കഴിഞ്ഞു, പാത്രം കഴുകി കഴിഞ്ഞു. ഇനി ഇവിടേക്കൊന്ന് തുടച്ചിടുവാണ് ഞാൻ. ഇനി ലാസ്റ്റ് ഒരു ജോലിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പണികളെല്ലാം തീർന്നു. നാളത്തേക്കിനുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ. ഇനി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ. ടാറ്റാ.